ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അല്ലേ. അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഒന്ന്. ഞാൻ പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പം നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നുമില്ല, എന്തൊരു വെയിലുള്ള ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടികൾ തുടങ്ങാം. അപ്പോൾ ഞാനൊന്ന് സിമ്പിളായിട്ടുള്ളൊരു കുക്കിങ്ങാണ് വിചാരിച്ചത്. ഇക്കാക്ക് ഫുഡെല്ലാം കൊടുത്തയച്ചു. ഞാനൊന്ന് തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് റോസ്റ്റും അടിച്ചു കേട്ടോ. വീട്ടിൽ അമ്മ സ്കൂളിലൊക്കെ പഠിച്ച് നന്ന് എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പെട്ടെന്ന് തന്നെ ഫുഡ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാനിരിക്കാമെന്ന്. ഞാനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചധികം പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തു കേട്ടോ. തക്കാളി ചോർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിന്നൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചട്ടിയിൽ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ടിട്ട് ചോറ് കുഴച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ അതിലൊന്നും കുഴച്ചിട്ടാണ് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെറുതെ അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ തക്കാളിച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ട പൊരിക്കണം. അപ്പോൾ ഇന്ന് മുട്ടപ്പൊരിയും തക്കാളിച്ചോറും ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെയാണ് ഞാനിന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ അച്ചാറുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ പുറത്ത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തട്ടിക്കൂട്ടിയിട്ട് ആ ഒരു ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ നല്ല ഫുഡ് തന്നെയാണ് ഉണ്ടാക്കാറ്, രാവിലെ ആണെങ്കിലും ഹസ്ബൻഡിനൊക്കെ കൊടുത്തേക്കാറ്. പക്ഷേ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ക്രേവിങ്സ് അല്ലേ. അപ്പോൾ ഹസ്ബൻഡിന് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും എനിക്കിന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ ചോറ് ബാക്കി ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെയാണ് കേട്ടൊന്ന്. അപ്പോൾ അത് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ട് ലാസ്റ്റ് ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് തുണികൾ മടക്കി വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഓർഗനൈസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര മടിയാണ്, ഈ ഒരു ഡ്രസ്സ് മടക്കി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഞാനത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാതിലൊക്കെ അടച്ച് സേഫായിട്ട് ഇനി പഠിക്കാൻ പോവാണേ. ഇതാണ് എൻ്റെ വർക്കിംഗ് പ്ലേസ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പരിപാടികളും ചെയ്യാറ്. ഇതാ ടേബിളിൽ ഇരിക്കുന്നതാണ് എൻ്റെ പോഡ്കാസ്റ്റ് മൈക്ക് കേട്ടോ. അത് ഇക്കാൻ്റെ കസിനൊക്കെ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലോത്താണ് ഞാൻ ടേബിളിൽ വിരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അയൺ ചെയ്തപ്പോൾ അതിൽ ഇവിടെ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഇതിൽ നിന്ന് പോയിട്ട് അത് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കഴുകിയിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേബിളിൽ വിരിച്ചു കൊടുക്കണം. നോക്കി ആ വെള്ളം അതിൽ കളഞ്ഞിട്ട് അതിൽ നിറച്ച് വെച്ചിട്ട് പോലുമില്ല, ചെടി വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം കൂടെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടേബിളൊന്ന് സെറ്റ് ചെയ്യാം. അതിപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു റൂം, ഈ ഒരു ടേബിൾ സ്പേസ് ഞാനൊന്ന് ഓർഗനൈസ് ചെയ്തത് കേട്ടോ. രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി മെയിൻ കലാപരിപാടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൂമിൽ ഈ 2 ജനലിനും വരുന്ന നല്ല വെളിച്ചം ഉണ്ടാവും. മറ്റേ റൂമിലെന്ന് പറയുമ്പോൾ ബാക്കിൽ കാടായതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഇരുട്ടുള്ള പോലെയാണ് പലപ്പോഴും. ഈ ഒരു റൂം നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന സ്പേസാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യലും പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യലൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോഴാണ് നല്ലൊരു വീഡിയോ കിട്ടുന്നതും നല്ലൊരു ലുക്കുമാണ് ഇവിടെ. അപ്പം അങ്ങനെ പഠിത്തം തകൃതിയായിട്ട് നടക്കട്ടെ. ഞാൻ കുറച്ച് നേരം വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ടേ. കുറേ സമയം പഠിക്കാതിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായ ഉണ്ടാക്കാമെന്ന്. ഫുഡ് കഴിച്ചിട്ട് പഠിക്കാതിരുന്നോണ്ടാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കട്ടൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ ഷുഗർ യൂസ് ചെയ്യാറില്ല എന്നല്ല, വീട്ടിലേക്ക് കൊണ്ടുവരാറേ ഇല്ല. കൊണ്ടുവരുമ്പോഴാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഈവനിങ്സ് എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന, റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു ടൈമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാനും കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒന്നെങ്കിൽ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിലാട്ടോ വന്നിരിക്കുക. ഇവിടെ 2 സൈഡും കാടായതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെയാണ് ഉണ്ടാവാറ് കേട്ടോ. ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു വെയിലിങ്ങനെ വരുമ്പോൾ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. ഇന്ന് നല്ല മഴയൊന്നുമില്ല, എന്നാൽ വലിയ വെയിലുമില്ല, നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ. അപ്പം ഞാൻ ബഷീറിൻ്റെ ബാല്യകാല സഖിയും വായിച്ച് ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈവനിങ്സ്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ അറൗണ്ട് ഒരു 7 PM ഉള്ളിലായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മുടങ്ങാണ്ട് കാണണം കേട്ടോ.